എടുക്കട്ടെ. ഗീതേ, 1.5 മണിക്കൂർ ലേറ്റാണല്ലോ. ലേറ്റ് മാർക്ക് ചെയ്യണം. ഏതായാലും സാറിനോട് ചോദിച്ചിട്ട് ഒപ്പിട്ടാ മതി. ഗീത വന്നില്ലേ? വന്നു സാർ. വരാൻ പറയൂ. സാറ് വിളിക്കുന്നു. ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? എന്താ താമസേ? ചോദിച്ചിട്ടില്ലേ എന്താ താമസെന്ന്? വീട്ടിൽ നിന്ന് പോരാൻ കുറച്ച് വൈകിയെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. ഇത് സർക്കാർ ഓഫീസാണ്. അണിഞ്ഞൊരുങ്ങി എപ്പോഴെങ്കിലും ഇങ്ങോട്ടാ പോരാ. കൃത്യസമയത്ത് ഉദ്യോഗം ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നിന് നിങ്ങൾ ജോലി ചെയ്യണ്ട. ലീവ് എഴുതി കൊടുത്തിട്ട് പോകും. ലേറ്റ് മാർക്ക് ചെയ്താൽ മതിയെന്ന് സൂപ്രണ്ട് പറഞ്ഞത്. അത് സൂപ്രണ്ടല്ല നിശ്ചയിക്കേണ്ടത്. പോണം. പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഇവിടെ വന്ന് കാണാൻ ആരുമില്ല. പോണം. ഒരയൽവാസിയോടുള്ള സ്നേഹമെങ്കിലും കാണിക്കാതെ ഇറക്കി വിട്ടുകളഞ്ഞല്ലേ മോളെ. ലേറ്റ് മാർക്ക് ചെയ്തിട്ട് ജോലി ചെയ്യാൻ സൂപ്രണ്ട് സാർ പറഞ്ഞതാണ്. എന്നിട്ട് മോൾ എന്താ ജോലി ചെയ്യാഞ്ഞത്? അദ്ദേഹം സമ്മതിക്കണ്ടേ അപ്പച്ചി? ഇവിടെ ഇരുന്ന് ഞാൻ അണിഞ്ഞൊരുങ്ങായിരുന്നു അത്ര. എന്ത് പറഞ്ഞാലും എനിക്ക് സത്യം പറയാൻ ഒക്കുവോ? സത്യം പറഞ്ഞാൽ സുഗുണേന്ദ്രനല്ലേ കുഴപ്പം? പോട്ടെ മോളെ, ഒരുത്തിനൊരു ജോലിക്ക് വേണ്ടിയല്ലേ. സഹിച്ചുകള മോളെ, ഈശ്വരൻ അനുഗ്രഹിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒരേ അഭിപ്രായമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? ഒന്നും പറയണ്ട. ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരേ കക്ഷിയാ. പക്ഷേ ഞാൻ വേണുവിനെ ഇവിടെ വിളിച്ചു നിർത്തിയത് രാധയെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. അത് നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടമല്ല. രാധയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്ക് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരെന്താ പറഞ്ഞിട്ടാ മോളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് അയക്കാമെന്ന് കരുതുന്നത്? മറ്റൊന്നുമില്ലെങ്കിലും എന്റെ ഒരു സഹോദരി അവിടെ ഉണ്ട്. ഓ, സഹോദരി. നീ എന്താ ഉണ്ണി ഒന്നും മിണ്ടാത്തത്? ഇനി ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ അമ്മേ? രാധികയെ ബാലകൃഷ്ണൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നിയതെനിക്കല്ലേ? അത് പറഞ്ഞത് ഞാനല്ലേ? അങ്ങനെയാണെങ്കിൽ രാധികയ്ക്കും ബാലകൃഷ്ണനും സമ്മതമാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ബാലകൃഷ്ണന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ തീരുമാനിച്ചാൽ അവൻ അനുസരിച്ചിരിക്കും. രാധികയുടെ കാര്യം ഞാൻ കേൾക്കുന്നു. എന്താ സാർ നോക്കുന്നത്? മേശയുടെ താക്കോല് കാണുന്നില്ല. കാപ്പ് കുടിച്ചപ്പം വീട്ടിലെ ഡൈനിങ് ടേബിൾ വെച്ചെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സബോള വട്ടത്തിലരിയോ? വട്ടത്തിലരിഞ്ഞാലും നീളത്തിലരിഞ്ഞാലും എന്താ ഈ കുഞ്ഞ വ്യത്യാസം? സവാള സവാള തന്നെയല്ലേ? ഓരോ കറിക്കും ഓരോ രീതിയിലാണ് അരിയേണ്ടത്. അതാണ് അതിന്റെ ചിട്ട. ആഹാ, വട്ടത്തിലേക്ക് വട്ടത്തിൽ. കുഞ്ഞിന്റെ ചാപ്സ് ഉണ്ടല്ലോ, ചാറ് പോലും കളയാതെ മുഴുവൻ സാറ് കഴിച്ചു. ഒരു എല്ല് പോലും എനിക്ക് കിട്ടിയില്ല. നിങ്ങൾ കാരണം എന്റെ ജോലി പോകുന്ന തോന്നുന്നത്. അയ്യോ, അതെന്താ കുഞ്ഞെ? തനിക്ക് ചാപ്സും മൂളിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ ഓഫീസ് ചെന്നപ്പോ താമസിച്ചു പോയി. അന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇന്നെന്താവും എന്തോ. കുഞ്ഞിനൊരു ദോഷവും വരില്ല. പാവപ്പെട്ട എന്റെ അമ്മയും സഹോദരിമാരും കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കും. ആ, വേഗാട്ടെ. വട്ടത്തിലരിഞ്ഞു. എന്താ വന്നു സാറേ? സവാള സവാള. നിൽക്കൂ.
ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? ഗീത ഉണ്ടാക്കി തന്ന സ്വാദുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഞാൻ ഗീതയെ അധിക്ഷേപിച്ചു, ശകാരിച്ചു. ദുഃഖമുണ്ട്. ക്ഷമിക്കും. പിന്നെ വിശദീകരണം ഒന്നും വേണ്ട, എല്ലാം മനസ്സിലായി. അല്പം താമസിച്ചാണെങ്കിലും. ഇത് നീ ഭയങ്കരമായി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. പൊയ്ക്കോളൂ. ഞാൻ പോകുന്നു സാർ. ഇത് അടുക്കളയുടെ താക്കോൽ. ഈ ഫിഷ് മോളിയും മട്ടൺ ജോബ്സും ഉണ്ടാക്കുന്ന എങ്ങനെയാ പറഞ്ഞത്? ശവത്തി കുത്തരുത് സാർ. മടങ്ങിയവനെ മടലൊടിച്ചടിക്കുന്നത് ദൈവദോഷമാണ് സാർ. തന്നെ വിട്ടിയാക്കി അല്ലേ? തന്നെ അങ്ങനെ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്നെ പോലീസിൽ എത്തിക്കല്ലേ സാർ. ഒരു കുടുംബം വഴിയാകാരമായി പോകും സാർ. കേടാത്ത സാർ. പറഞ്ഞു കൊടുത്തിരിക്കും മോളെ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് കയറി വരേണ്ട കാര്യമുണ്ടോ? എങ്ങനെയായാലും എല്ലാ വിവരങ്ങളും സാർ അറിഞ്ഞു. സോണിന്റെ പണി പോയത് തന്നെ. നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് അത് പ്രയോജനപ്പെടാതെ പോയല്ലോ മോളെ. അമ്മജി, അമ്മജി, ഗുരുവായൂരപ്പൻ രക്ഷിച്ചു. ഗിതകുഞ്ഞെ രക്ഷപ്പെട്ടു. പിടിച്ച് പോലീസിൽ എത്തിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുന്നവരെ സർവീസ് തുറന്നോളാം ഉത്തരവായി. കുഞ്ഞിന്റെ കറിയുടെ രക്ഷപ്പെട്ടെന്ന് പറമോനെ. എല്ലാ അമ്മച്ചിയുടെയും ഗീതക്കുഞ്ഞിന്റെയും സന്മനസ്സുകൊണ്ടാ. ഒരു സഹായം കൂടി ചെയ്തു തരണം. അത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലാനാണ് സാറിനെ വിട്ടിരിക്കുന്നത്. ഇനിയെന്ത് സഹായമോ? പാചകം അറിഞ്ഞുകൂടാത്ത ഞാൻ വെറും ഒരു തീറ്റിപ്പണ്ടമായിട്ട് ഇനി അവിടെ കഴിയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നു മുതൽ ചോറ് മാത്രം ഞാൻ അവിടെ വെക്കുന്നു, കറി ഇവിടെയും. ബുദ്ധിമുട്ടാകുമോ? ബുദ്ധിമുട്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഏതായാലും ഇവിടെ കറി വെക്കുന്നില്ലേ? അക്കൂട്ടത്തിൽ ഒരല്പം കറി അങ്ങോട്ടും തരുന്നു. കൊണ്ടുവരണ്ട, ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചോണ്ട് വെച്ചോളാം. ബുദ്ധിമുട്ട് തീർന്നില്ലേ? വേണ്ട വേണ്ട, അതിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. അതൊന്നും സാരമില്ല മോളെ. ഒന്നുമില്ലേലും നിന്റെ മേലുദ്യോഗസ്ഥനല്ലേ? പറഞ്ഞു വെച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? എന്നാലും അത് വേണോ അപ്പച്ചി? അത് തെറ്റൊന്നുമില്ല മോളെ. നമുക്ക് അവരുമായി ബന്ധമൊന്നുമില്ലേലും അയൽക്കാരാ. കറി ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞേക്കും മോനെ. ഗുരുവായൂരപ്പാ, ആ കടമ്പയും കടന്നു കിട്ടി. മോളെ, വേഗം അടുക്കളയിലോട്ട് ചെല്ലേ. ശരി അപ്പച്ചി.